ഹായ് ഫ്രണ്ട്സ്, രeshzideasന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ ദോശയാണ്. പക്ഷേ സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് റവ ദോശ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് അരിപ്പൊടിയൊന്നും ചേർക്കാതെ നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് റവ ദോശ ഉണ്ടാക്കാം. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് റവ എടുത്തതിന് ശേഷം അതിനൊന്ന് പൊടിച്ചെടുത്തേക്കുവാണ്. വറുത്ത റവയായാലും വറുക്കാത്തതായാലും പ്രശ്നമില്ല. 1 കപ്പ് റവ എടുത്തിട്ട് അതിന് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തോന്നും ഇത്രയും തൈര് ആഡ് ചെയ്യുമ്പോൾ പുളി വരില്ലേന്ന്. പക്ഷേ അത്ര പുളി ഇല്ലാത്ത തൈര് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഒട്ടും തന്നെ പുളി ഫീൽ ചെയ്യില്ല. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമ്മളിത് ലൂസാക്കേണ്ടി വരും. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. നമ്മളിതിൽ ആഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ്, നമ്മൾ തൈര് ചിലപ്പോൾ ലൂസായിരിക്കും, നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഒഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. നമ്മുടെ ദോശ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മളിതിന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. പാനിലിപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യോ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണോ യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് മതി, വളരെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാം. നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് എല്ലാ പ്രാവശ്യവും ദോശ ചുടുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. മാക്സിമം നമുക്ക് പറ്റുന്നത്ര ഒന്ന് തിന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ റവ ദോശ മറിച്ചിട്ട് വേവിക്കുന്നില്ല, ഒരു സൈഡ് മാത്രമാണ് വേവിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് 2 സൈഡും റെഡിയായി കിട്ടും. ഇനി മറിച്ചിട്ടു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, എന്നാലും അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് നെയ്യ് മതി. അപ്പോൾ നമ്മുടെ റവ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. കണ്ടോ, നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് മടക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ബാക്കി ദോശാസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി റവ ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ ആകുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.